നമസ്കാരം. ഞാൻ മലനാട് വികസന സമിതിയുടെ ചെയർമാൻ ആർ സൂര്യനാരായണ ഭട്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും അതേപോലെ വികസന കാഴ്ചപ്പാടുള്ളവരെയും കോർത്തിണക്കിക്കൊണ്ട് വർഷങ്ങളായി ഒത്തുകൂടിയ ഒരു കൂട്ടായ്മയാണ് മലനാട് വികസന സമിതി. ഇതിൽ എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത് മലനാട് വികസന സമിതിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ ബാബു കദളിവട്ടം സാർ, വികസന സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വി അനിൽകുമാർ, വികസന സമിതിയുടെ ട്രഷറായിട്ടുള്ള ശ്രീ അജി ജോസഫ് എന്നിവരാണ്. ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ മാത്രമേ നമ്മുടെ നാടിൻ്റെ വികസനം സാധ്യമാകൂ എന്നുള്ള പൊതുപ്രവർത്തകരായ ഞങ്ങളുടെ എല്ലാം ഉദ്ദേശത്തിൻ്റെ ഫലമായാണ് ഈ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുള്ളത്. 10 വർഷത്തോളമായി ഭരണരംഗത്തും അതേപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തി മുമ്പോട്ട് പോകുന്നു. വികസനത്തിന് ഒരു ജനകീയ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ ബാബു കദളിവട്ടം സാർ. മലനാട് വികസന സമിതിയുടെ അംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, എന്തിനാണ് കാഞ്ഞങ്ങാടിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉടയങ്കാല് മാർക്കിന്റെ മണപ്പൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ഫോറം, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഫോറം നമ്മൾ 2017 ഓഗസ്റ്റ് മാസം 27 മാലക്കലിൽ നമ്മൾ ചേർന്നിട്ടാണ് നമ്മൾ മലനാട് സമിതിയുടെ രൂപീകരണം. ഏകദേശം എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ പത്രപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരും 100ഓളം പേര് എന്നിട്ടാണ് അന്ന് ഇതിൽ ചെയർമാൻ അഡ്വക്കേറ്റ് എം വി ഭാസ്കരൻ ആയിരുന്നു. ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതിൻ്റെ സെക്രട്ടറിയാണ് സൂര്യസ്വാമി, ട്രഷററാണ്. അങ്ങനെ 30 കമ്മിറ്റി രൂപീകൃതമായി. ഈ കിഴക്കൻ പ്രദേശം നമുക്കറിയാം, 1943 വന്ന കുടിയേറ്റം അല്ലേ. അപ്പൊ അതിനുശേഷം കോട്ടയം രൂപയുടെ കുടിയേറ്റത്തിന് ശേഷം NS ഭയങ്കരമായ ഒരു കുടിയേറ്റത്തിന്റെ പ്രദേശമാണ് നമ്മുടെ ഏരിയ. പക്ഷെ ഈ നമ്മുടെ പുഴകൾക്കൊക്കെ കുറച്ച് പാലങ്ങൾ ഉണ്ടായിരുന്നുള്ളത് കഴിഞ്ഞാല് റോഡുകൾക്ക് പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പുറകോട്ട് പോയതിൽ നിന്നാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കാത്തതിന്റെ കുറവാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു ഫോറം രൂപീകരിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിക്കൂടി താലൂക്ക് രൂപീകൃതമാകുന്ന സമയത്തെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചവരാണ്. പക്ഷെ അന്ന് നമുക്ക് ലഭിച്ചില്ല. അന്ന് തന്നെ ഇതിനകത്തുള്ള 2013 ഉണ്ട്. പക്ഷെ 2017 നമ്മൾ ഇത് രൂപീകൃതമായത്. വളരെ നല്ല നിലയിലാണ് കൊടുക്കുന്നത്. ഒത്തിരിയേറെ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവർ സഹായ സഹകരണം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇനിയിപ്പം നമ്മളുടെ സംബന്ധിച്ച് കാഞ്ഞങ്ങാട് നിന്ന് കിഴക്കോട്ടുള്ള ഏകദേശം 45 കിലോമീറ്റർ ഏരിയയും ഒപ്പം കരിക്ക് അതുപോലെ കല്ലപ്പള്ളി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കൂട്ടി ഉള്ള നമ്മുടെ റോഡ് ഡിസ്ട്രിക്റ്റിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റെയിൽവേ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ദീർഘവീക്ഷണത്തോടെ ചെയ്യാനുള്ള ഒരു പദ്ധതിയുമായിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും ഒരു ചർച്ചകളും പ്രാർത്ഥനയും അഭിപ്രായങ്ങളും വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ തുടർന്ന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്. ബാക്കി തുടർന്ന് ഇതിന്റെ കൂടെയുള്ളവർ സംസാരിക്കും. ബാബു സാറ് പറഞ്ഞു നിർത്തിയിടന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളരിക്കുണ്ട് താലൂക്ക് രൂപീകരണത്തിന്റെ ആ ഘട്ടം മുതൽ തന്നെ നമ്മളുടെ ഈ പ്രദേശത്തിനകത്ത് ഈ വികസന പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായ രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം പൊതുപ്രവർത്തകരും സാമൂഹിക രംഗത്ത് ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ആളുകളായിട്ടുള്ള ഒരുപാട് നമ്മുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ,
പ്രത്യേകിച്ച് നമ്മുടെ കനകമുട്ട സാറിനെ പോലുള്ള ആളുകളുടെ നിസ്തുലമായിട്ടുള്ള സംഭാവന സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. ജോസഫ് കനകമുട്ട സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു നിത്യസ്മാരകം എന്ന നിലയിൽ മലയോര ഹൈവേ ഈ കേരളത്തിന്റെ മണ്ണിനകത്ത് യാഥാർത്ഥ്യമാക്കിയത് അങ്ങേരുടെ ഒരു വീക്ഷണവും അതോടൊപ്പം തന്നെ ദിശാബോധവുമാണ്. അതോടൊപ്പം തന്നെ കാണിയൂർ റെയിൽപാത ഇപ്പം രാഷ്ട്രീയ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം ഒരു വീക്ഷണമില്ലായ്മയുടെയും അതോടൊപ്പം തന്നെ വീക്ഷണമില്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള വികസന കാഴ്ചപ്പാടില്ലാത്തതിന്റെ ഭാഗമായി അതിപ്പോഴും പ്രാരംഭദശയിൽ തന്നെ നിൽക്കുകയാണ്. അത് പ്രാരംഭദശ നിൽക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനമായ രീതിയിൽ ഇപ്പോഴും അതിന് അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പ്രയത്നങ്ങൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒരു ശക്തമല്ലാത്ത രീതിയിൽ നടന്നു വരുന്നുണ്ട്. ആ ശക്തിക്ക് ഒരു ബലമേകുക, ആളുകളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാവുക. അവിടെ നമുക്ക് ജാതിയും മതവും വർഗവും ഭരണവും ഒന്നും ഇല്ലാതെ രാഷ്ട്രീയത്തിന്റെ ചിന്താഗതിയും അതോടൊപ്പം തന്നെ പ്രത്യയശാസ്ത്രത്തിന്റെ പരിമിതിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജില്ല കേന്ദ്രീകൃതമായിട്ട് ഒരു വികസന സമിതി ജോസഫ് കനകമുട്ട സാർ തന്നെ രൂപീകരിച്ചു. പിന്നീട് അതിന്റെ പ്രവർത്തനം ദുർബലമായ ഘട്ടത്തിൽ നമ്മൾ ഈ പ്രദേശത്തിനകത്ത് അങ്ങനെ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകാൻ പറ്റില്ല എന്നൊരു നിശ്ചയദാർഢ്യത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഭാഗമായിട്ടാണ് നമ്മൾ മലനാട് വികസന സമിതി എന്ന പേരിൽ ഒരു വികസന സമിതി നമ്മൾ രൂപീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ മലയോര വികസന സമിതി രൂപീകരിക്കുന്നതിനകത്ത് കനകമുട്ട സാറിനോടൊപ്പം ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ ഈ നാടിന്റെ വികസന കാര്യങ്ങളിലെല്ലാം ഏറ്റവും മുന്നിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെതായിട്ടുള്ള സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള അഞ്ഞനമുക്കൂർ കുഞ്ഞമ്പു നായർ, അതോടൊപ്പം തന്നെ നമ്മളുടെ അഡ്വക്കേറ്റ് MP ഭാസ്കരൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ AC മാത്യു ചേട്ടനുണ്ട്, അതോടൊപ്പം തന്നെ ജോസ് കൊച്ചുകുന്നൽ സാറുണ്ട്, തോമസ് ടി തൈൽ സാറുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ജോസ് സാറുണ്ട്, ആനിമുട്ടിൽ ജോസ് സാറുണ്ട്. അതുപോലെ നമുക്ക് ഒരിക്കലും അവരുടെയൊക്കെ സംഭാവന ഒരു കാരണവശാലും ഈ നാടിന് മറക്കാൻ വേണ്ടി പറ്റില്ല. അവരെല്ലാം കാണിച്ചു തന്നിട്ടുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ പുതിയ തലമുറയെ കൂടി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമം ഞങ്ങൾ നടത്തുന്നത്. അന്ന് അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഈ വികസന കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അതിനെല്ലാം ഒപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ബാബു സാറും അതോടൊപ്പം തന്നെ സൂര്യനാരായണ ഭട്ടസ്വാമിയും. അവരെല്ലാവരും അന്ന് മുതലുള്ള ആ അനുഭവജ്ഞാനത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മലനാട് വികസന സമിതിക്ക് നേതൃത്വം നൽകി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിനകത്ത് സാധ്യമായിട്ടുള്ള വികസന പദ്ധതികൾ പരിപാടികളെല്ലാം മറ്റ് ജില്ലകൾക്ക് വെച്ച് അനുപാതം വെച്ച് നോക്കി കഴിയുമ്പോൾ ഏറ്റവും വികസന പിന്നോക്കാവസ്ഥയുള്ള ഒരു ജില്ലയാണ് നമ്മുടേത്. അപ്പൊ അതിന് ആ ജില്ലക്കകത്ത് ഏറ്റവും വികസന പിന്നോക്കാവസ്ഥയുള്ള നമ്മുടെ കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിനകത്ത് സാധ്യമായ വികസനങ്ങൾ ജനപ്രതിനിധികളുടെയും ഭരണ സംവിധാനത്തിന്റെയും അതോടൊപ്പം തന്നെ നമുക്ക് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന പദ്ധതികളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു വികസന രേഖ ഞങ്ങൾ സംസ്ഥാന ജില്ലാ ആസൂത്രണ ബോർഡുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ആസൂത്രണ ബോർഡുകൾക്ക് കൊടുത്തിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും ഇവിടെ സൂചിപ്പിച്ച പോലെ ഗ്രാമീണ ടൂറിസം മേഖലയിൽ, അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ, ഗതാഗത സൗകര്യത്തിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ, അതോടൊപ്പം തന്നെ കന്നുകാലി മേഖല, അതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖല, ടൂറിസം മേഖല, ഏറ്റവും പ്രധാനമായിട്ടും ഗ്രാമീണ റോഡുകളുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന പാത സുഗമമാക്കുക. അത് ജോസഫ് കനകമുട്ട സാറ് നമുക്ക് തന്നിട്ട് പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന കാണിയൂർ റെയിൽപാതയുടെ പ്രായോഗികമായിട്ടുള്ള ഒരു നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ ഭാഗത്ത് അക്ഷീണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും സഹായവും പൂർണ്ണമായിട്ടും വേണം. നമുക്ക് ആ ജനകീയ പിന്തുണയും സഹായവും ലഭ്യമാകുന്നുണ്ട് നമുക്ക് ഇതേവരെ. അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളിൽ നമ്മൾ നിങ്ങളുടെ ഈ കാര്യങ്ങൾ ആശയങ്ങൾ വിനിമയത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കമ്മിറ്റിയുടെ ഭാഗമായി സെൻട്രൽ കമ്മിറ്റി പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തുടർന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങളും അവരുടെ വികസന വീക്ഷണങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് നമുക്കൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാം. ഇതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ആദ്യ നാൾ മുതൽ നമ്മളൊപ്പം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള അജിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം സംസാരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടും സംസ്ഥാന ഭരണത്തിൻ്റെ ഒക്കെ ഉന്നത സ്ഥാനങ്ങൾ വന്ന പല ആളുകളും നമ്മുടെ ഈ ജില്ലയിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. കുതിപ്പില്ല. രാഷ്ട്രീയ നേട്ടങ്ങളാണ് പലരും ലക്ഷ്യം വെക്കുന്നത്. രാഷ്ട്രീയ നേട്ടം, നമ്മളെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഒരു നാടിന്റെ പൊതുവായ വികസനത്തിലേക്ക് എത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് പാളിച്ചു പറ്റുന്നത്, നമ്മുടെ ജനപ്രതിനിധികൾക്ക് പാളിച്ചു പറ്റുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ ജനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളും
ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജനകീയമായ ഒരു വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ മലനാട് വികസന സമിതി വിഭാവനം ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു അടിസ്ഥാനപരമായിട്ട് വികസനങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം, ജാതിക്കപ്പുറം, വർണ്ണത്തിനപ്പുറം, വർഗത്തിനപ്പുറം ഒന്നായ ഒരു പ്രവർത്തനം നമ്മൾ കൊണ്ടുവരിക. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക വ്യവസായങ്ങളോ വിദ്യാഭ്യാസ സംവിധാനങ്ങളോ ഒന്നുമില്ല. എല്ലാം വളരെ തുച്ഛമായത് മാത്രമേ ഉള്ളൂ. കാസർഗോഡ് ജില്ല പിന്നോക്കാവസ്ഥയിൽ ഇന്നും ആ ശൈശവാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. അത് ഇവിടെ പരാമർശിച്ച് പോവുകയാണ്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഉക്കനടക്കെ എന്ന് പറയുന്ന ഒരു ഗാമി കൊണ്ടുപോയി ഇട്ടിട്ട് അതിന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചാൽ പോലും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരത്തിൽ എത്തുമെന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു പരാജയമായി പോയി എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അതുപോലെ നമുക്കറിയാം, നമ്മുടെ ടൂറിസ്റ്റ് മേഖലയിൽ റാണവരം ഉൾപ്പെടെയുള്ള മേഖല വരുന്നതാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തില്. ഒന്നും കാര്യമായി ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ മറ്റ് വികസന മേഖലകളിൽ ടൂറിസ്റ്റുകളുണ്ട്, ജനങ്ങൾ ഇഷ്ടമായ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വന്നാൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ പോലും നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. എത്തിപ്പെടാൻ റോഡ് റോഡില്ല, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങള്. അപ്പൊ നമ്മൾ ഇതിനെ നോക്കുന്നത് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിന്റെ വികസനം നമ്മുടെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കണം എന്നുള്ള പോളിസിലേക്ക് എത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇത് പ്രായോഗികമാക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മലനാട് വികസന സമിതിയുടെ വികസന കാഴ്ചപ്പാടുകൾ തുടർന്നും നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വികസന കാഴ്ചപ്പാടുകൾ നമ്മളോടും കൂടെ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.